ഹലോ, ദിസ് ഇസ് ഹീറ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ഇടാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടായി ഞാൻ ലോൺ ബോൾസ് ആണ് പോകുന്നത്. ഫസ്റ്റ് റൗണ്ടായി. അപ്പോൾ ഇത് ഞാൻ ഡ്രസ്സ് വെട്ടും SDV MIT എടുത്ത് ഇറങ്ങിയേക്കുവാണ്. കളിച്ചിരിക്കുന്നുള്ളൊരു വലിയൊരു ഇതുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ തന്നെയാണ് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്കകത്ത് കൊച്ചു യൂട്യൂബേഴ്സ് വളർന്നിരുന്നത്. അപ്പോൾ എല്ലാം സബ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നടന്നതെന്ന് വെച്ചാൽ അവൻ റഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എനിക്കാണ് നല്ല വഴിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗ്ലൂ ഇട്ടിട്ട് ഞാൻ റൺ ചെയ്യാൻ തുടങ്ങി. പക്ഷേ HP മെയിനാവുന്നു. അപ്പം ഞാൻ ഓടാൻ തുടങ്ങി. ഞാൻ ഓടി എത്തിയപ്പോഴത്തേക്കും അവൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൻ റഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിന്ന് റഷ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടാകുന്നത് അവൻ അപ്പോഴത്തേക്കും വെളിയിൽ തിരിച്ചിട്ട് ഓടാൻ തുടങ്ങി. തിരിച്ചപ്പോഴേക്ക് അവനവിടെ കവറെടുക്കാൻ ഒരു 60 ഡാമേജ് അങ്ങ് കൊടുക്കാൻ 60 ഡാമേജ് കയറി. പിന്നെ അതിന് ശേഷം അവനവിടെ ഹൈഡ് ചെയ്യുന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അവൻ കയറി വരുന്നില്ല. ഞാൻ റഷ് ചെയ്യേണ്ടി വരുന്നു. ഞാൻ റഷ് ചെയ്യാൻ തുടങ്ങി. റഷ് ചെയ്ത് അവൻ്റെ കീഴിലൊക്കെയായിരുന്നു. അപ്പം അടിക്കാൻ നോക്കി, പക്ഷെ കൊണ്ടില്ല. ഞാൻ ഗ്ലൂ ഇട്ടിട്ട് ശേഷം സൈഡിൽ റഷ് ചെയ്ത് വന്നപ്പോൾ അവനവിടെ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഒന്നും കൂടി ഞാൻ തിരിച്ച് ഗ്ലൂ എന്നിട്ടിട്ട് ഒന്നും നടന്നില്ല. പിന്നെ തിരിച്ച് കറങ്ങി ചെന്നിട്ട് ഒരടി വെച്ചപ്പോൾ നടന്നില്ല. ഒന്നും കൊള്ളുന്നില്ലായിരുന്നു. അവസാനം 2 അടി കൊടുത്തതിന് ശേഷം അത് കൊണ്ട് ഞാൻ നെഗറ്റീവ് ഇട്ട് അടിച്ചുകൊണ്ട് ഞാൻ സുഖമായിട്ട് അടിച്ചെടുത്ത് കുത്തിപ്പിടി എടുത്ത് ഞാൻ ഫസ്റ്റ് റൗണ്ട് നമ്മൾ പിടിച്ചായിരുന്നു. സെക്കൻഡ് റൗണ്ട് ആയപ്പോഴത്തേക്കും ഇച്ചിയും കൂടി ഈ കളി തോക്കുമില്ലോ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആത്മവിശ്വാസം കയ്യിലെടുത്തിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിമി നോക്കുന്നില്ല. ഇപ്പുറത്തെ നേരം അവിടെ ഇല്ല. നോക്കും മെറ്റി പോയിരിക്കുന്ന ആളുടെ ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി ഞാൻ ജസ്റ്റ് ഉണ്ടാപ്പോയി ജസ്റ്റ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ ഒരു കളി പോയല്ലേ, ഫുള്ള് അവൻ്റെ നെറ്റില്ലാത്ത കളിയായിരിക്കും പറഞ്ഞു. പിന്നെ അടുത്ത ഗണ്ണെടുക്കാൻ നോക്കി, മനസ്സിലായി ബോട്ടെടുത്ത ഗണ്ണായിരുന്നു. G63യും ഈസിയായിരുന്നു അവനെടുത്തത്. എനിക്ക് മനസ്സിലായി ബോട്ടായിരുന്നു. എന്തായാലും ബോട്ടായി, നെറ്റില്ല, എന്തായാലും പോയി. ഞാൻ പിന്നെ വിചാരിച്ച് എന്തായാലും കണ്ണുണ്ടല്ലോ, നമുക്ക് AR കണ്ണും ഒരു സബ്മിഷൻ കണ്ണുമാണല്ലോ. അപ്പോൾ 1 ടാപ്പ് അടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ടൈം 1 ടാപ്പ് വെക്കുന്നു. അപ്പോൾ തന്നെ ഒരു അടി കയറി, പിന്നെ ഒരു ബോഡി ഡാമേജ് കയറി. പോയിക്കൊണ്ടിരുന്ന് അടി കയറി. പിന്നെ ചാടി പോയി ഒന്ന് അടിച്ചു നോക്കി, കിട്ടിയില്ല. പിന്നെ അടിച്ചു നോക്കി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ പോയായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു കില്ലങ്ങ് എടുത്തു. അതിനുശേഷം പിന്നെ പോയി. പിന്നെ ഞാൻ നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ പറ്റുന്നത്ര എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വലിയൊരു സബ്സ്ക്രൈബർ, ഒരു 50 സബ്സ്ക്രൈബേഴ്സ് അന്വേഷിച്ചൊക്കെ ശേഷം നമുക്ക് ലൈവ് ഇടാൻ തുടങ്ങാം. ലൈവ് തുടങ്ങിയതിന് ശേഷം നമുക്ക് നല്ല മൂവ്മെൻ്റൊക്കെ പോകാം, ചെയ്യാം. സത്യം പറയട്ടെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സത്യം പറയാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത് നല്ലതാണ്. സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഹാപ്പിനെസ്, ബാക്കിയുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ഒന്നാമെന്ന് വെച്ചാൽ ഹാപ്പിനെസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാ ദിവസവും കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ ഫ്രീ ആവുന്ന ദിവസം പറ്റുന്നത്ര ഞാൻ ഓരോ ദിവസവും എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ചൊക്കെ ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഒരു വീഡിയോ ഇട്ട് അതിന് ശേഷം പിന്നെ ഒരു വീഡിയോ ഇട്ട് പിന്നെ രണ്ടാമത്തെ വീഡിയോ ചിലപ്പോൾ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. പിന്നെ സബ് ചെയ്യുക. എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ മോൺസ്റ്റർ ഓഫ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ വീഡിയോ കണ്ടാൽ എനിക്ക് ഇൻസ്പിറേഷൻ ആയി. എന്തുകൊണ്ട് എനിക്കൊരു ചരിത്രം ഞാനും ഇൻസ്പിറേഷനായി ചെയ്തത്. പിന്നെയുള്ള എല്ലാ മാച്ചും ഞാൻ ഇത് തന്നെ ചെയ്തത്. ഇവൻ്റെ കൂടെ കളിച്ചത്. അപ്പോൾ ഈ ബോട്ടിലൂടെ കളിച്ച കളിയിലെല്ലാം ഞാൻ നോക്കിയത് 1 ടാപ്പ് എടുക്കാനാണ്. അവസാനം ഒരു 1 ടാപ്പ് കൂടി കയറി കളി നമ്മൾ ജയിക്കും. നോക്കിക്കോ ഉണ്ടാകും. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, സബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഒരു വലിയൊരു റീച്ചാക്കി താങ്ക് യു ആൾ.
ബൈ ബൈ.